ടച്ച് എലമെൻറ്റ് ജീവിതത്തിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആൾക്കാരും കംഫർട്ട്, കാരണം വർഷങ്ങളായിട്ട് നമ്മൾ കംഫർട്ട് വർക്ക് ചെയ്താണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, ഒരു ജോലിക്ക് പോവുക, ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഉടനെ അടുത്ത വർഷം കല്യാണം, അടുത്ത വർഷം കുട്ടി, അടുത്ത വർഷം വീട്, ഇങ്ങനെ ഉണ്ടായൊരു പാറ്റേൺ ഇങ്ങനെ പറഞ്ഞു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ജീവിതത്തിലാണ് നമ്മളെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട, ഏതെങ്കിലും മേഖല വിജയിച്ചിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സ്ട്രെച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കപ്പാസിറ്റിയുടെ 1% പോലും നമുക്ക് ഉപയോഗിക്കുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യാതെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എടുക്കാതെ നമ്മൾ പോവുകയാണ്. നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ലോഡ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അത്രമാത്രം സ്ട്രെച്ച് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 10 times 10 ഇരട്ടി കാര്യങ്ങൾ. നിങ്ങൾ റിച്ചാർഡ് ബ്രാൻസനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വിദ്യാഭ്യാസം വളരെ കുറവുള്ള ആളാണ്. 450 ബിസിനസ് സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. 450 ബിസിനസ്, 450 ബിസിനസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു മുറുക്കാങ്കട് പോലും നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. എവിടെയോ സംതിങ് ഈസ് റോങ്, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, കൂടുതൽ ലോഡ് എടുക്കുക, കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ശീലിക്കുക. രാവിലെ കൂടുതൽ ടാസ്കുകൾ എടുക്കുക, വൈകുന്നേരം കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് തന്നെ നമ്മൾ കോൺഫിഡൻസ് കൂടും. ചെറിയ കാര്യങ്ങൾ, എഴുതി വെച്ച കാര്യങ്ങൾ വൈകുന്നേരം ഇന്ന് ടിക്ക് ചെയ്യുക, ഇന്ന് കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ. രാവിലെ ചെയ്ത് തീർക്കേണ്ടതിൻ്റെ ലിസ്റ്റ് എഴുതി വെക്കുക. ആൾക്കാർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ചെറിയ കാര്യങ്ങളാണെങ്കിലും വൈകുന്നേരത്തിനും ചെയ്ത് തീർക്കാൻ എഴുതി വെച്ച കാര്യങ്ങൾ ഒരു പകുതിക്ക് വെച്ച് നിർത്തും. അതുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ആകുന്നത്. ഇന്ന് വൈകുന്നേരത്തിനും തീർക്കേണ്ട കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് വൈകുന്നേരം ടിക്ക് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേണം നോക്കിക്കോ, മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ, മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും അവർ 10 എഴുതിയ 10 കംപ്ലീറ്റ് ചെയ്യത്തില്ല. അവർ 4 കംപ്ലീറ്റ് ചെയ്യുള്ളൂ, 5 കണ്ട് ബാക്കി നാളെ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. അതേസമയത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവർ എഴുതി വെച്ചിട്ടുണ്ട്, വൈകുന്നേരം ടിക്ക് ചെയ്തിട്ട് ഉറങ്ങുള്ളൂ. ഇത്രയും ചെറിയ കാര്യങ്ങളാണ് അവരെ വിജയിപ്പിക്കുന്നത്, അല്ല വലിയ കാര്യങ്ങളല്ല. ആ ചെറിയ എഴുതി വെച്ച കാര്യം വളരെ ചെറുതായിരിക്കും, വളരെ കുഞ്ഞു കാര്യമായിരിക്കും. കുഞ്ഞാണല്ലോ എന്നോർത്ത്, ചെറുതാണല്ലോ എന്നോർത്ത് പല ആൾക്കാരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും വലിയ സക്സസ് നഷ്ടപ്പെടുന്നത്. ഇത് കൃത്യമായിട്ട് ഡിസിപ്ലിനായിട്ട് ചെയ്യുന്ന ഏതൊരാളും വിജയിക്കാൻ ഇത്ര ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ആ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ അണ്ടർ പെർഫോമിംഗ് ആണ്. നമ്മളിതൊന്നുമല്ല നമ്മുടെ കപ്പാസിറ്റി. ഇതിൻ്റെ 10 times കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അത് ചെയ്യുക, കൂടുതൽ വർക്ക് ലോഡ് കൊടുക്കുക. നമ്മൾ കൂടുതൽ വർക്ക് ലോഡ് ചെയ്താൽ തീരെയത്രയും വർക്ക് ലോഡ് കൊടുക്കും. അന്നേരം നിങ്ങൾക്ക് ആ സ്ട്രെച്ച്, നിങ്ങൾക്ക് അന്നേരം കപ്പാസിറ്റി ഇല്ലാത്തൊരു കഴിവും ഇല്ലാത്തൊരു പവറും നിങ്ങൾക്ക് വരുന്ന കാണാൻ പറ്റും. അങ്ങനെയാണ് മഹത്തരമായിട്ട് വലിയ കാര്യങ്ങൾ, വലിയ ടാസ്കുകൾ ചെയ്തു തീർക്കുന്ന ആൾക്കാർ മുഴുവൻ അങ്ങനെയാണ്. അല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട്, നമ്മൾ റിലാക്സ്ഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രോയിങ് ഫേസിലല്ല എന്നാണ്. നമുക്ക് ഒരു ഗ്രോയിങ് ഫേസിലുള്ള ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു റിലാക്സ്ഡ് ആയിട്ട് അല്ല വർക്ക് ചെയ്യുന്നത്. ഏത് ഫീൽഡിലും ഗ്രോയിങ് ഫേസിൽ നിൽക്കുന്ന ആൾക്കാർ ഹൈ സ്ട്രെച്ചിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അയ്യോ നമുക്ക് ഗ്രോത്ത് വന്നില്ലല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ശരിയായ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ റിസൾട്ട് വന്നേ മതിയാവുള്ളൂ, യാതൊരുവിധ സംശയവുമില്ല. ബി കൺസിസ്റ്റൻ്റ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിരിക്കുക. ക്ഷമ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, എഴുതി വെച്ച കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട് വൈകുന്നേരം ഉറങ്ങാൻ ശ്രമിക്കുക. 90-91 പ്രിൻസിപ്പിൾ ഓർത്തിരിക്കുക. 90 days 90 minutes, ഒരു ഫോക്കസ്, ഇയർലി മോർണിംഗ്. നിങ്ങൾ വിജയിച്ചേ മതിയാവുള്ളൂ. ഇത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യും. കാരണം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പല കാര്യങ്ങളും അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും, ഒരു കാര്യം മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഫോക്കസ് ഇതിനകത്ത് എവിടെ കൊണ്ടുവരുന്നോ, മൈൻഡ് എങ്ങോട്ട് വരുന്നോ അവിടെ ഗ്രോ ചെയ്യും. നിങ്ങളുടെ മൈൻഡ്, നമ്മുടെ മുഖത്തൊരു കുരു ഉണ്ടെങ്കിൽ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും കുരു വലുതാവെന്ന് കാണാൻ പറ്റും. എവിടെ ഫോക്കസ് ചെയ്യുന്നോ അത് ഗ്രോ ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പല ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്.